പാസ്പോർട്ട് എന്നാൽ എന്ത്, വിസ എന്നാൽ എന്ത്, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ സാധാരണ ബസ്സിലോ ട്രെയിനിലോ പ്രാദേശികമായി യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് മാത്രം എടുത്താണ് പോകുന്നത്. എന്നാൽ വിമാനത്തിൽ വിദേശത്തേക്ക് പോകുമ്പോൾ എന്തിനാണ് ടിക്കറ്റ്, പാസ്പോർട്ട്, വിസ എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? നമ്മൾ ഇന്ത്യക്കുള്ളിൽ എവിടെയെങ്കിലും വിമാനത്തിൽ പോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ല. വിമാന ടിക്കറ്റിനൊപ്പം ഒറിജിനൽ ഗവൺമെന്റ് ID എന്തെങ്കിലും ഉണ്ടായാൽ മതി. അത് പാസ്പോർട്ട് ആകാം, കാരണം നമ്മൾ ആരാണെന്ന് ആ ID കാർഡ് വഴി ഗവൺമെന്റിന് വെരിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് സംസ്ഥാനക്കാരനാണ്, ഏത് ഊരുകാരനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിലൂടെ അറിയാം. എന്നാൽ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആരാണെന്ന് ആ രാജ്യക്കാർക്ക് ഉറപ്പുവരുത്താൻ ഒരു ഇന്റർനാഷണൽ ID കാർഡ് വേണം. അതിൽ നിങ്ങളുടെ പേര്, ഫോട്ടോ, ജനന തീയതി, വിലാസം, പിന്നെ നിങ്ങൾ ഏത് രാജ്യക്കാരനാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഐഡന്റിറ്റി കാർഡാണ് പാസ്പോർട്ട്. നമ്മുടെ നാട്ടിൽ വിവിധ നിറങ്ങളിലുള്ള പാസ്പോർട്ടുകളാണ് നൽകുന്നത്. അവയ്ക്കെല്ലാം ഓരോരോ പ്രത്യേക ഉപയോഗങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, സാധാരണ പൊതുജനങ്ങൾക്ക് നീല നിറത്തിലുള്ള പാസ്പോർട്ടാണ് നൽകുന്നത്. അതിൽ പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഇതുകൂടാതെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഔദ്യോഗിക യാത്രകൾക്കായി വിദേശത്ത് പോകാൻ വെള്ള നിറത്തിലുള്ള പാസ്പോർട്ട് നൽകും. മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഡിപ്ലോമറ്റ്സുകൾക്കും ഒക്കെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ള മെറൂൺ നിറത്തിലുള്ള പാസ്പോർട്ടാണ് നൽകുന്നത്. ഈ നിറങ്ങളിലെ വ്യത്യാസമാണ് ഇമിഗ്രേഷനിലും കസ്റ്റംസിലും ഉള്ളവർക്ക് ഓരോരുത്തരെയും എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇത് ജോലിയും എളുപ്പമാക്കുന്നു. ഈ മൂല്യമേറിയ മെറൂൺ പാസ്പോർട്ടിൽ ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. അതിലൊന്നാണ് അവരുടെ വിദേശ യാത്രകൾക്ക് വിസയുടെ ആവശ്യമില്ല എന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, വിസ എന്നാൽ എന്താണ്? ശരി, നമ്മുടെ കൈവശം ID കാർഡ് ഉണ്ട്, അതായത് ഇന്റർനാഷണൽ ID കാർഡായ പാസ്പോർട്ട്. അതുകൊണ്ട് ഉടനെ മറ്റൊരു രാജ്യത്തേക്ക് പോകാമോ എന്ന് ചോദിച്ചാൽ അത് കഴിയില്ല. നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് പോകാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. എന്നാൽ മറ്റുള്ളവരുടെ വീടിനുള്ളിൽ കയറാൻ അവരുടെ അനുവാദം വാങ്ങണമല്ലോ. അതുപോലെ തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, ആരുടെയും അനുവാദം വേണ്ട. എന്നാൽ വിദേശത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തിന്റെ എംബസിയിൽ നമ്മൾ എന്തിനാണ് ആ രാജ്യത്തേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും അനുവാദം വാങ്ങണം. ഉദാഹരണത്തിന്, നമ്മൾ ഒരു ടൂറിസ്റ്റായി പോവുകയാണെങ്കിൽ നാട് ചുറ്റിക്കാണാൻ മാത്രമാണ് പോകുന്നത്, ആ കാര്യമല്ലാതെ മറ്റൊന്നും ചെയ്യില്ല, ജോലിയൊന്നും തിരയുകയില്ല, നിയമവിരുദ്ധമായി അവിടെ തങ്ങില്ല എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വരും. അതുപോലെ ഇതാ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എന്റെ കൈവശം ആവശ്യത്തിന് പണമുണ്ട്, നിങ്ങളുടെ രാജ്യത്ത് വന്ന് കഷ്ടപ്പെട്ട് ഭിക്ഷ എടുക്കുന്ന അവസ്ഥയിലേക്കൊന്നും ഞാൻ പോകില്ല എന്നൊക്കെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. അപ്പോഴാണ് അവർ നിങ്ങൾക്ക് അനുവാദം നൽകുന്നത്. ആ അനുമതി പത്രത്തിന്റെ പേരാണ് വിസ. അതിൽ നിങ്ങൾ ഏത് കാരണത്തിനാണ് അവിടെ പോകുന്നത്, ഉദാഹരണത്തിന് ടൂറിസ്റ്റ് വിസ, സ്റ്റുഡന്റ് വിസ, വർക്ക് വിസ എന്നിങ്ങനെ ഉണ്ടാകും. എത്ര ദിവസം അവിടെ തങ്ങാം തുടങ്ങിയ കാര്യങ്ങളും അതിലുണ്ട്.